വീട് മുഴുവൻ ക്ലീൻ ആക്കിയിട്ട് കിട്ടണമെങ്കിൽ ഒരു സൊല്യൂഷൻ റെഡിയാക്കാം. അപ്പോൾ തുടച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്, വീട് മൊത്തവും തുടച്ചെടുക്കുന്നതിനൊരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഡപ്പ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഉജാലയാണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം തുടയ്ക്കുന്നുണ്ടോ അതനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവും ഉജാലയുടെ അളവും അതേപോലെ ഡെറ്റോൾ, ഈ രണ്ട് സാധനം മാത്രമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഉജാല, പിന്നെ ഡെറ്റോൾ നമുക്കറിയാലോ, അണുക്കളെയൊക്കെ നശിപ്പിക്കാനും നല്ലൊരു സ്മെല്ല് കിട്ടാനുമാണ് നമ്മൾ ഡെറ്റോൾ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഡപ്പയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്ത് ഡെറ്റോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് വേണ്ടത് ഉജാലയാണ്. അപ്പോൾ ഒരു 5-6 തുള്ളി ഉജാലയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഇതിൻ്റെ അളവ് നമ്മുടെ എത്രമാത്രം തുടയ്ക്കാനുണ്ടോ അതിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം. ഡെറ്റോളിൻ്റെ അളവും അതേപോലെ ഉജാലയുടെ അളവും കൂട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് തുടയ്ക്കാൻ മോപ്പ് മുക്കാനുള്ള ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക. അപ്പോൾ അതിനകത്ത് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ മോപ്പ് മുക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 തുള്ളി ഉജാലയും കൂടെ ഞാൻ ചേർത്തൊന്ന് കലക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇനി അതിനകത്തോട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീട് മുഴുവനും ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീനാക്കി എടുക്കാം. വീട് മുഴുവനും നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും. കാരണം നല്ലൊരു വെട്ടമായിരിക്കും നമ്മൾ ഉജാലയും കൂടെ ചേർത്തതുകൊണ്ട്. പ്രത്യേകിച്ച് ഡെറ്റോളിൻ്റെ മണവും കൂടെ ആകുമ്പോഴത്തേനും വീട് ഫുള്ളായിട്ട് നല്ല ഒരു മണം നിൽക്കുകയും ചെയ്യും. അതുമാത്രമല്ല, നമ്മൾ തുടച്ചിട്ട് 2 ദിവസം ആയാൽ തന്നെയും ആ ഒരു നല്ലൊരു വൈറ്റ് കളറാണ് നമുക്ക് ടൈൽസിനകത്ത് കിട്ടുക. ഇതിപ്പം ഞാൻ തുടച്ച് കാണിച്ചു തരാം. അല്ല, നമുക്ക് തുടച്ച ഭാഗവും തുടയ്ക്കാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം, തുടയ്ക്കുന്ന ഭാഗം നല്ലൊരു കളറ് നമുക്ക് കിട്ടുന്നുണ്ട്, കണ്ടോ. നല്ലൊരു തിളക്കവും കളറും അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. തുടച്ച സ്ഥലം നോക്കേ, കണ്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക. ഉജാല നമുക്ക് വൈറ്റ് ഡ്രസ്സ് മുക്കാൻ മാത്രമല്ല, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടും. അതേപോലെ ക്ലോസറ്റിൽ ഉജാല വെച്ച് കഴുകുക, അതേപോലെ തന്നെ വാഷ് ബേസിൻ, ഇതിലെല്ലാം നമുക്ക് നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനം തന്നെയാണ്. നല്ലൊരു വെട്ടമാണ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നത്. അപ്പോൾ തറ ഫുള്ള് ഇതേ വെച്ച് തുടച്ചു കൊടുക്കുമ്പം തന്നെ നമുക്ക്, കണ്ടോ, നല്ല രീതിയിൽ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്.